കരുണയൻ നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എൻ യേശു രാജാവേ. കരുണയൻ നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എൻ യേശു രാജാവേ. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാം പാറമേൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ചോനേ. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാം പാറമേൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ചോനേ. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, നാം ദീപങ്ങളായി ശോഭിക്കണം. We must shine as lamps. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. Matthew's Gospel chapter 5 verse 14. You are the light of the world. A city that is set on an hill cannot be hid. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് അവിടുത്തെ പ്രകാരങ്ങൾ പാർക്കുവാൻ അവിടുന്ന് വീണ്ടും ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവോ ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പാ യേശു നാമത്തിൽ തന്നെ ആമേൻ. നാം ദീപങ്ങളായി ശോഭിക്കണം. ഇരുളിലാണ് വെളിച്ചത്തിന്റെ പ്രസക്തി. വെളിച്ചം നമ്മെ ഭയരഹിതരും ആനന്ദഭരിതരുമാക്കുന്നു. വെളിച്ചം അഥവാ പ്രകാശം ആർക്കും മൂടിവെക്കുക സാധ്യമല്ലല്ലോ. അത് ഇരിക്കുന്നിടത്ത് അതിന്റെ പ്രഭ ചൊരിഞ്ഞ് വെളിച്ചം പകർന്ന് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നു. നമ്മുടെ ജീവിതവും അപ്രകാരം തന്നെ ആയിരിക്കണം. ഇരുളിനെ മായ്ച്ചു കളയാൻ ഒരു തിരിവെട്ടത്തിന് കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളും പ്രകാശഭരിതമാക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ജീവിതം ധന്യമാവുകയുള്ളൂ. യേശുവിനെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ലോകത്തിന്റെ ദീപമാണ്. അവൻ ക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. യേശു ലോകത്തിന്റെ ദീപമാണ്. അതുപോലെ തന്നെയാണ് നമ്മളും നമുക്ക് ചുറ്റുമുള്ളവർക്ക് പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം 8:12, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 verse 12. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. I am the light of the world. ആ വെളിച്ചം ആർക്കും കെടുത്തിക്കളയാനാവാത്ത വെളിച്ചമാണ്. ആ വെളിച്ചം യേശു ക്രിസ്തു തന്നെയാണ്. ഈ ലോകത്തിന് പ്രകാശം നൽകുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യേശുവാണ്. യേശു ദൈവമാണ്.
ക്രിസ്തുവാകുന്ന ദിവ്യപ്രകാശം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താൻ നമുക്ക് പ്രകാശമാകാം. നമ്മിൽ ലഭിച്ച വെളിച്ചം നാം പകരുന്നില്ലെങ്കിൽ അത് കെട്ടുപോകും. മുമ്പോ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമുള്ളവരാണ്. വൺസ് യു വർ ഇൻ ഡാർക്ക്നെസ് ബട്ട് നൗ യു ആർ ഇൻ ദ ലൈറ്റ്. നമ്മളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുകയാണെങ്കിൽ അനേകം വെളിച്ചങ്ങളുടെ ഒരു ഭാഗമാകുവാൻ നമുക്ക് കഴിയും. നമുക്ക് ചുറ്റും നോക്കിയാൽ അനേകർ അന്ധകാരത്തിലാണ്. എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് അറിയാതെ കണ്ട് അന്ധകാരത്തിൽ കഴിയുന്ന അനേകരുണ്ട്. അവർക്ക് പ്രകാശമായിട്ട് നമ്മുടെ ജീവിതം കത്തിജ്വലിക്കണം. മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവ പൈതലായി ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. വചനം ഇങ്ങനെ പറയുന്നു, ഫിലിപ്പിയർ 2:15 അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കട്ടെ. That you may be blameless and harmless, the sons of God, without rebuke, in the midst of a crooked and perverse nation, among whom you shine as lights in the world. ഈ വചനങ്ങളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ദീപമായി ലോകത്തിന് അങ്ങേ കൊടുക്കുന്ന മക്കളായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണമേ. അടിയങ്ങൾ ചേർന്നിരിക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് പറഞ്ഞു തരുന്ന ആലോചനയിൽ തന്നെ നടക്കുവാൻ, അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന സുവിശേഷമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്ന ഹല്ലേലൂയ കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ഊർജം, അവിടുത്തെ ദിവ്യമായ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ജീവിതത്തിനെതിരെ വരുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികളോട് പടപൊരുതുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനത്തിനായി സ്തോത്രം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതത്തിനായി സ്തോത്രം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രകാശ സന്തതികളായി ജീവിക്കുവാൻ മക്കളെ സഹായിക്കണം. അവർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ, ക്രിസ്തുവിനെ കൊടുക്കുന്ന തലമുറകളായി ജീവിക്കുവാൻ മക്കളെ സഹായിക്കണം. ദൈവമേ, അവരുടെ ജീവിതം ഒരിക്കലും അന്ധകാരപൂർണമായി മാറാതെ അവർ ഹല്ലേലൂയ നിന്നെ കൊടുക്കുന്ന വിശുദ്ധ തലമുറകളായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓഫീസുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. മാവ് കുഴക്കുന്ന തൊട്ടിയെ തുരുത്തിയെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ. ഹല്ലേലൂയ. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുകയാൽ സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ, മക്കളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ എല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരും ലോകത്തിന്റെ ദീപമായി കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകമായി കർത്താവേ, ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന ജീവിതത്തിനായി സ്തോത്രം. അവിടുന്ന് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തിനായി നന്ദി. അനുഗ്രഹിക്കപ്പെട്ട സന്തോഷമുള്ള ജീവിതങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനം ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. മഹത്വത്തിൻ പൂർണ്ണനാമെൻ യേശുവെ കണ്ടിടുവാൻ ആശയ കാത്തിരിപ്പൂ മേഘരൂഢനായി വരുന്ന നാളിൽ. മഹത്വത്തിൻ പൂർണ്ണനാമെൻ യേശുവെ കണ്ടിടുവാൻ ആശയ കാത്തിരിപ്പൂ മേഘരൂഢനായി വരുന്ന നാളിൽ. അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ. എൻ ജീവിത നാളുകളെല്ലാം
അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ, അങ്ങേ സ്തുതിച്ചിടും ഞാൻ എൻ ജീവിത നാളുകളെല്ലാം. കരുണയിൻ നായകനേ, കൃപയുടെ നാഥനേ, ജീവന്റെ ഉറവിടമേ, എൻ യേശു രാജാവേ, എൻ യേശു രാജാവേ, എൻ യേശു രാജാവേ.